Hi all, welcome back to my channel Elise Manju. ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ എല്ലാവരുടെ അടുക്കലെത്തിയിരിക്കുന്നത്. ഇത് കൊഞ്ച് പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. നമ്മളുടെ റെസിപ്പീസ് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. വലിയ കോംപ്ലിക്കേഷനൊന്നും ഈ ഒരു റെസിപ്പിയിലില്ല. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരുമാതിരി വലിപ്പമുള്ള ഒരു 3 കൊഞ്ചാണ് ഞാൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ ഷെൽസ് എല്ലാം റിമൂവ് ചെയ്ത് അതിലെ വെയിനും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിനായിട്ടുള്ള മാരിനേഡ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിച്ച മസാലകൾ ഏതാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ ഞാനൊരു സ്പെഷ്യൽ മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. അത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. അതൊരു ഇത്തിരി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് വെള്ളം ചേർക്കാതെ ഞാനത് മിക്സ് ചെയ്തിട്ട് ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 10-15 നേരം നമുക്ക് ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞു വരുന്ന നേരം വരെ ആ മസാല ഒന്ന് തയ്യാറാക്കുന്ന സമയം വരെ പ്രോൺസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നല്ലതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. സവോള നല്ല നീളത്തിൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്ത് ആവശ്യത്തിന് മസാലയും കൂടി ചേർത്താണ് നമ്മൾ ഈ പ്രോൺസ് പൊള്ളിച്ചെടുക്കാനുള്ള ഒരു മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാനിലേക്ക് ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു നാരങ്ങ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 തവണയായിട്ടാണ് ഞാൻ ആ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ നാരങ്ങ നീര് ഈ മസാലയിലേക്ക് അങ്ങ് ചേർത്തേക്കുക. അപ്പോൾ ഇതിലേക്ക് അതും കൂടി ഒന്ന് ചേർത്താൽ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഈ സവോള വഴറ്റിയതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക്. അപ്പോൾ നമ്മുടെ എരിവിൻ്റെ കണക്കനുസരിച്ചിട്ട് വേണം മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത്തിരി പെരിഞ്ജീരക പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തു. മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ടൈമിൽ അപ്പോൾ ഈ മസാലപ്പൊടികൾ ചേർത്ത സമയത്താണ് ബാക്കി വന്ന പകുതി നാരങ്ങ നീരും കൂടി ഞാൻ ചേർത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇത് നല്ലപോലെ വഴറ്റി ആ വെള്ളമെല്ലാം അങ്ങോട്ട് പോയി കഴിയുമ്പം ഈ മസാല നമ്മൾ അടുപ്പിൽ നിന്ന് താഴെ ഇറക്കി അത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത പ്രോൺസില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. കാരണം അതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ മസാലയുടെ ആ പച്ചച്ചൊവ മാറട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളങ്ങനെ ചെയ്തത്. അതിനുശേഷം ഈ തണുത്ത് വന്നിട്ടുണ്ടാവില്ല, ഈ സമയം നമ്മുടെ മസാല തണുത്ത് വന്നിട്ടുണ്ടാകും. അതൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വാഴയില വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ഫ്രഷായിട്ടുള്ള വാഴയില കിട്ടുമ്പോൾ അതിലൊക്കെ ഒത്തിരി പൊടിയും ചെളിയൊക്കെ ഉണ്ടാകും. ഞാൻ ആദ്യമേ തന്നെ ഇത് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് അതങ്ങ് വാട്ടിയെടുക്കും. ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കഴുകി തുടച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതാവുമ്പോൾ ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ, അതായത് വാഴയിലയിൽ ചെമ്മീൻ പൊള്ളിച്ചെടുക്കണമല്ലോ, അതിനുള്ള രീതിയിൽ മസാലയെല്ലാം അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോൺസ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തല്ലോ. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലെ മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാരിനേഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആ പച്ചച്ചവ് മാറാൻ വേണ്ടിയാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തത്. അന്നേരം അതൊരു ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് അടുപ്പത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ ഓവർ ഫ്രൈ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഒരു കാര്യം.
രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പം പ്രോൺസ് വളഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച തെങ്ങിൻ്റെ ഓല എടുത്തിട്ട് അതിൻ്റെ പച്ച ഈർക്കിലി എടുത്ത് അതിനുള്ളിൽ നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതിന് വെക്കൂലേ, അതുപോലെ തന്നെ ഞാൻ അങ്ങ് ചെയ്തു. അപ്പോൾ അതാവുമ്പോൾ ആ പ്രോൺസ് അങ്ങ് നേരെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതുപോലെ പിന്നെ വാഴയിലയിൽ ഈ പ്രോൺസ് പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് അത് പൊതിഞ്ഞെടുത്ത് നമ്മുടെ വീട്ടിൽ വാഴനാരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ട്വയിൻ നൂല് കൊണ്ട് ഇതൊന്ന് നല്ലതായിട്ട് കെട്ടി വെക്കുക. അതാകുമ്പോൾ അത് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രോൺസ് പൊള്ളിച്ചെടുക്കാനായിട്ട് പാഴ്സൽ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നമുക്കിനി അടുത്തത് ചെയ്യേണ്ടത് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ. അതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു തവ എടുക്കുക. എന്നിട്ട് ആ തവയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ എണ്ണയൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഴ്സൽ, ഈ പൊതിയുണ്ടല്ലോ, വാഴയില പൊതികൾ അതിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കുക. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പം സൈഡ് മാറ്റി മറ്റേ സൈഡ് നോക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് മാക്സിമം മതിയാണ്, അധികം സമയമൊന്നും വേണ്ട. നമ്മൾ പ്രോൺസ് അധികം വേകാതെയല്ലേ എടുത്തത്. അപ്പം ആ പ്രോൺസ് വെന്ത് വരുമ്പോഴും ഈ മസാല ഇത്തിരി വെള്ളം ചേർത്തല്ലേ നമ്മൾ ഗ്രൈൻഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഇത് നല്ലപോലെ കുക്ക്ഡായിട്ട് നമ്മൾ ഈ വാഴയില പൊതിഞ്ഞ് തുറന്നു വരുമ്പോഴുണ്ടല്ലോ നല്ലൊരു അരോമയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് മോറോവർ ഇത് വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. നമുക്കിത് റൈസിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഏത് ഡിഷിൻ്റെ കൂടെയും നമുക്കിത് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു നല്ല റെസിപ്പി വീഡിയോ അല്ലേ? അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ എൻ്റെ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുകയും കൂടി വേണം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.